ശരി ശ്യാം പ്രസാദ്. ഇടുക്കിയിൽ നിന്നും ജെയിൻ എസ് രാജുവാണ് ഇനി നമ്മുടെ കൂടെ ചേരുന്നത്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ മഴ എങ്ങനെയുണ്ട്? കനത്ത മഴ തുടരുന്നുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഉണ്ടോ? അവധിയുടെ കാര്യം എങ്ങനെയാണ് ജില്ലയിൽ? മോത്തി, മഴ ലോ റേഞ്ചിൽ താരതമ്യേന കുറവാണ്, മാറി നിൽക്കുകയാണ് ഈ മണിക്കൂറുകളിൽ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഹൈ റേഞ്ചിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് നെടുങ്കണ്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാത്രി ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പീരുമേട്ടിൽ രാത്രി മഴ മാറി നിൽക്കുകയായിരുന്നു, പക്ഷേ രാവിലെ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. രാജാക്കാട് മേഖലയിലും മഴ തുടരുന്നു എന്നുള്ളതാണ്. മൂന്നാറിൽ നേരിയ രീതിയിലുള്ള മഴ മാത്രമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്തതിന്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങളും അതോടൊപ്പം തന്നെ അപകടങ്ങളും ഓരോ സമയത്തും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മാങ്കുളത്ത് ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ പുഴയിൽ കാൽവഴുതി വീണ് ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. താളുങ്കണ്ടം ആദിവാസി മേഖലയാണ് താളുങ്കണ്ടം എന്ന് പറയുന്ന പ്രദേശം. അവിടുത്തെ കുടിയിലെ സ്വദേശിയായിട്ടുള്ള സനീഷ് എന്ന 23 വയസ്സുകാരനാണ് പുഴയിൽ വീണ് മരിച്ചിരിക്കുന്നത്. രാത്രി 1 മണിയോടെയായിരുന്നു അപകടം. കാൽവഴുതി വീണതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം കൂടി ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അപകടം നടന്നത് എന്ന് സംബന്ധിച്ച്, പ്രത്യേകിച്ച് അതൊരു വനമേഖല ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കാൻ അല്പം കൂടി കാത്തിരിക്കണം. മറ്റ് അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് നെടുങ്കണ്ടം മേഖലയിലാണ്. നെടുങ്കണ്ടം മേഖലയിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. ആ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കല്ലാർ പുഴയിൽ ജലനിരപ്പ് കൂടുതലാണ്. അവിടെ ഒരു 5-6 വീടുകൾ വീടിന് ചുറ്റും വെള്ളം കയറിയിട്ടുണ്ട്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, ഇന്ന് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ കിൻഡർ ഗാർഡൻ മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്യൂഷൻ പോലും നടത്തരുത് എന്ന കാര്യത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി ഗതാഗതത്തിന് ഇന്നും നിയന്ത്രണമുണ്ടാകും. അലർട്ട് അവസാനിക്കുന്നതുവരെ നിയന്ത്രണമുണ്ടാകും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പകൽ സമയത്ത് പോലും മൂന്നാർ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഗ്യാപ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അവിടെ മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഡാമുകളുടെ കാര്യത്തിൽ നേരത്തെ തുറന്നുവെച്ച ചെറിയ ഡാമുകളൊക്കെ ഇപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ്. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. 50 സെന്റിമീറ്റർ വരെയാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. സ്വാഭാവികമായും തൊടുപുഴയാറിലും മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പെരിയാറിലെ ജലനിരപ്പ് താരതമ്യേന ഇപ്പോൾ തന്നെ കൂടുതലാണ്. പ്രത്യേകിച്ച് കല്ലാർകുട്ടി, പാമ്പള ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പെരിയാറിലേക്കാണ്. അതുകൊണ്ട് തന്നെ പെരിയാറിലെ ജലനിരപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആശ്വാസമുള്ള ഒരു കാര്യം, കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴയ്ക്ക് ഒരു കുറവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ലഭിച്ചത്. തുടർച്ചയായിട്ടുള്ള മഴ ജില്ലയിൽ ഒരു സ്ഥലത്തും പെയ്യുന്നില്ല.